ഹലോ ഹായ്. ഇപ്പം നമ്മളിന്ന് പൂപ്പൊലി കാണാൻ പോവുകയാണ് കേട്ടോ. പൂപ്പൊലി കാണാൻ പോകുമ്പോൾ നേരത്തെ ഉച്ചക്കത്തെ ചോറിൻ്റെ കുറച്ച് മുന്നേ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിക്കുന്നത്. അപ്പോൾ വഴിയിൽ നിന്ന് കഴിക്കാറാണ്. ഫുഡ് ഏതായാലും ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ അത് വൈക്കൊന്ന് കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. എല്ലാവർക്കും കാണാം പൂപ്പൊലിയും നമ്മൾ എന്തൊക്കെയാണ് വാങ്ങണുണ്ടെന്ന്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഫുഡൊക്കെ കൊടുന്നൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചിഞ്ഞ് അങ്ങനെ പൂപ്പൊലിക്ക് പോവുകയാണ്. പോയിട്ട് അങ്ങനെ വരണം. ചെറിയുണ്ട്, ചെറിക്കൊന്ന് ലീവായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളെ സ്റ്റാലിന് തരുന്ന നമ്മളെ മുതൽവർ അല്ലേ, സ്റ്റാലിൻ തരുന്ന ഒരു തമിഴ് കറക്റ്റായിട്ട് അറിയാം. അതും കൂടി വാങ്ങിയിട്ടാണ് പോകണം കേട്ടോ. റേഷൻ ഷോപ്പിൽ നിന്ന് 3000 ഉറുപ്പിയും 1 കിലോ പഞ്ചസാര, 1 കിലോ അരി, പച്ചരി, പിന്നെ ഒരു സിഎമ്മിന് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ ഒരു കരിമ്പ്, പിന്നെ ഒരു സാരി, ഒരു തുണി, ഇത്രയും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കാണാം. ബിദർക്കാട് എത്തി കേട്ടോ. നൂൽപ്പുഴ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ മുണ്ടക്കൊല്ലി എത്താനായി. അങ്ങനെ നമ്മൾ അമ്പലവയലിലെത്തി കേട്ടോ. തൈകൾ കൊണ്ടുപോകണം നോക്കി ചെറിയ ആ വണ്ടിയിൽ വേണ്ട തൈകളൊക്കെ. നല്ല തിരക്കും ഉണ്ട് കേട്ടോ ഇവിടെ. വയനാട് ജില്ലയിലെ ഇതൊരു ടൈപ്പ് പൂക്കളാണ് കേട്ടോ. അതെ, മലമ്പാമ്പതാ പൂക്കള്. അത് ശരിക്കും പാമ്പല്ലേ. വാട്ടർഫാൾസിലെ ഇതിവിടെ ചെയ്യുന്ന ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് കേട്ടോ. കാർഷിക ഇതിൽ ഇവിടുന്ന് കുറച്ച് തൈകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് തൈകളൊക്കെ വെക്കാൻ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെക്കണം എന്ന് വിചാരിച്ചിട്ട്. ബോളിയും പായസമാണ് കേട്ടോ. നല്ല പാലട പായസവും ബോളി.
പെറ്റ് ഷോ. റോസ് ഗാർഡൻ ആണ് കേട്ടത്.